ഹായ്, ഏവർക്കും സ്വാഗതം. ഞാൻ ബ്ലാക്ക്. വിദ്യാഭ്യാസത്തിന് ഒരു ലോണ് അത് എല്ലാവരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ്. ഉയർന്ന വിദ്യാഭ്യാസം നേടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു വിദ്യാർത്ഥി ഒരു ലോണിന് വേണ്ടി ബാങ്കിൽ ചെന്നു കഴിഞ്ഞാൽ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതായിട്ടുണ്ട്. നിരന്തരം അവർ നമ്മളെ പുറത്താക്കുക, വീണ്ടും വരാൻ പറയുക, നമ്മൾ ചെല്ലുമ്പോൾ പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മളെ ഒഴിവാക്കുക. അതുകൊണ്ട് തന്നെ കഴിവുള്ള പലർക്കും നല്ല വിദ്യാഭ്യാസം നേടാൻ സാധിക്കാതെ വരുന്നുണ്ട്. ഇത്തരം സന്ദർഭങ്ങളെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ചിരിക്കുന്ന ഒരു പദ്ധതിയാണ് PM വിദ്യാലക്ഷ്മി യോജന എന്നുള്ള പദ്ധതി. ഈ പദ്ധതിയിലൂടെ നമുക്ക് അപേക്ഷിച്ച് ലോൺ നേടിയെടുക്കാവുന്നതാണ്. ഇതിനു വേണ്ടി നമ്മൾ ഒരു ബാങ്കിലേക്ക് പോയി അവരുടെ നടപടികൾ സ്വീകരിക്കേണ്ടതോ ഒരു ബാങ്കിൽ പോയി അവരുടെ ഫോർമാലിറ്റിക്ക് അനുസരിച്ച് ഒന്നും തന്നെ ചെയ്യേണ്ടതായിട്ടില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: www.vidyalakshmi.co.in എന്ന വെബ്സൈറ്റിൽ കയറി നിങ്ങൾ ഈ ലോണിന് വേണ്ടി അപേക്ഷ സമർപ്പിക്കുക. ഈ അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഡീറ്റെയിൽസ് കൊണ്ടുപോയി ബാങ്കിൽ സബ്മിറ്റ് ചെയ്താൽ മാത്രം മതിയാവും. നിങ്ങൾക്ക് അതിനുള്ള യോഗ്യത ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ ലോൺ ലഭിക്കുന്നതാണ്. ഈ പദ്ധതിക്കായി കേന്ദ്ര സർക്കാർ നിലവിൽ 3500 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ നാട്ടിലെ സാധാരണ ജനങ്ങൾക്ക് ഉയർന്ന വിദ്യാഭ്യാസം നേടിക്കൊടുക്കുന്നതിന് വേണ്ടിയാണ്. നിങ്ങൾക്ക് 8 ലക്ഷം രൂപ വരെയാണ് വാർഷിക വരുമാനം ഉള്ളത് എങ്കിൽ നിങ്ങൾക്ക് 10 ലക്ഷം രൂപ വരെയുള്ള ലോൺ നേടിയെടുക്കാൻ സാധിക്കും. ഇതിന് 3% മാത്രമാണ് പലിശ മൊറട്ടോറിയം പീരീഡിൽ വരുന്നത്. നിങ്ങളുടെ വരുമാനം 4.5 ലക്ഷത്തിൽ താഴെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊറട്ടോറിയം പീരീഡിൽ 0% ആണ് ഇൻട്രസ്റ്റ് വരുന്നത്. ഇത് തീർച്ചയായും സാധാരണ ജനങ്ങൾക്ക് വലിയ സഹായമായി മാറുന്നതാണ്. നമ്മളൊരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടായി മാറുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പലിശയാണ്. എത്ര അടച്ചാലും തീരാത്ത ഈ പലിശ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ വളരെയധികം ബാധിക്കാറുണ്ട്. അത്തരം ബാധിപ്പുകളിൽ നിന്ന് എല്ലാ ജനങ്ങളെയും പുറത്തു കൊണ്ടുവരണം എന്ന ചിന്തയിലാണ് കേന്ദ്ര സർക്കാർ ഇത്തരം ഒരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. സാധാരണ ജനങ്ങൾക്കെല്ലാം ഈ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് നല്ല വിദ്യാഭ്യാസം നേടിയെടുക്കാൻ കഴിയുന്നതാണ്. ഇതിന്റെ അപേക്ഷ തീർച്ചയായും പൂർണ്ണമായും ഡിജിറ്റലൈസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് തവണ എവിടെയും കയറി ഇറങ്ങേണ്ടതായി വരുന്നില്ല. കാരണം റെക്കോർഡുകൾ ഇല്ലാത്തതും നമ്മൾ പോകുന്നതിന് തെളിവില്ലാത്തത് കൊണ്ടുമാണ് ഇവർ നമ്മളെ വീണ്ടും വീണ്ടും വരാൻ പറഞ്ഞുകൊണ്ട് നമ്മളെ ബാങ്കിൽ നിന്ന് പുറത്താക്കുകയും വീണ്ടും നമ്മൾ ചെല്ലുമ്പോൾ വേറെ കാരണം പറഞ്ഞ് പുറത്താക്കുകയും ചെയ്യുന്നത്. യഥാവധി ഇപ്പോൾ എല്ലാത്തിനും ഡോക്യുമെന്റ്സ് ഉണ്ട്. നിങ്ങൾ ഓൺലൈൻ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ പോകുമ്പോൾ ആ എഡ്യൂക്കേഷനിൽ നിങ്ങൾക്ക് യോഗ്യതയുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ലോൺ ലഭിക്കുന്നതായിരിക്കും. ഇതിനായി ഗവൺമെന്റ് 800ഓളം ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. നിങ്ങൾ ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതെല്ലാം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് അപ്ലൈ ചെയ്യാം, ഏതെല്ലാം കോഴ്സുകളിലേക്ക് അപ്ലൈ ചെയ്യാം, ആ കോഴ്സുകളുടെ ഫീസ് എന്താണ്, എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഓൺലൈനിലൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് കോളേജ് ഫീസും ഹോസ്റ്റൽ ഫീസും ചേർത്ത് ലോണായി അപ്ലൈ ചെയ്ത് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു പദ്ധതി നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാവുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.